നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനും സിദ്ധാർത്ഥും കൂടെ ഇന്ന് രാവിലെ ഓച്ചിറ അമ്പലത്തിൽ നിന്ന് നേരെ വെട്ടിക്കോട്ട് ആയില്യമാണ്. ആയില്യം ആയതുകൊണ്ട് അമ്പലത്തിലേക്കൊന്ന് പോവുകയാണ്. ഞാൻ സിദ്ധാർത്ഥുണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് രാവിലെ ആയില്യം ആയതുകൊണ്ട് വെട്ടിക്കോട്ട് അമ്പലം ഒന്ന് കാണാൻ വേണ്ടി പോവുക, ഒന്ന് തൊഴണം. ഓച്ചിറ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ വെട്ടിക്കോട്ടോട്ട് പോകാൻ പോവുക കേട്ടോ. അപ്പം നിങ്ങളും നമുക്ക് വെട്ടിക്കോട്ട് ആയില്യം ലൈവായിട്ട് കാണാം. അപ്പോൾ ഓച്ചിറയിൽ നിന്ന് ഞങ്ങൾ പോവുക, ഓച്ചിറ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ 28ാം ഓണത്തിൻ്റെ ഒരുക്കമായിട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാളയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദികേശൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാളയാണ് കേട്ടോ. റോഡിൻ്റെ സൈഡിൽ വെച്ച് കെട്ടുക. ദൂരെ നിന്നൊക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിട്ട് ഇവിടെ വെച്ച് കെട്ടുക. അപ്പോൾ ഇത് മൊത്തം പണിയൊക്കെ തീർന്നിട്ട് നമുക്ക് പിടിക്കാം. ഇനി മാമ്പ്രക്കന്നെ കാളയെ കെട്ടുന്ന വിശേഷങ്ങൾ നോക്കാം നമുക്ക്. ആദ്യം 1ാം നമ്പർ കാള ഇതായിരുന്നു, മാമ്പ്രക്കന്നെ കാളയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മേമന കാളയായത്. ആദ്യത്തെ 1ാം നമ്പർ ഈ കാളയായിരുന്നു, വലിയ കാളയാണ്. ഇത് മാമ്പ്രക്കന്നെ കാളയാണ്. നമുക്ക് ഓച്ചിറയിൽ നിന്ന് 7 കിലോമീറ്ററോളം ഉണ്ട് വെട്ടിക്കോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ മാമ്പ്രക്കന്നെ ക്രോസിലായി. അതുകൊണ്ട് ഇതാണ് മാമ്പ്രക്കന്നെ കാള. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാമ്പ്രക്കന്നെ തലയെടുത്താൽ മാമ്പ്രക്കന്നെ കാളയുടെ ശിരസ്സാണത്. ക്രോസ് ഉണ്ട്, മാമ്പ്രക്കന്നെ ക്രോസ് കയറി ഒരു 5 കിലോമീറ്ററും കൂടെ പോകണം, വെട്ടിക്കോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. മാമ്പ്രക്കന്നെ റെയിൽവേ ക്രോസ് കടന്ന് പോകുക. നമ്മൾ റോഡെല്ലാം ഇടിച്ചു പൊളിച്ചിട്ടേക്കുക, അതുകൊണ്ട് വലിയ പാടാണ്. മൊത്തത്തിൽ റോഡ് പണി നടക്കുക. സർവ്വ റോഡും ഇടിച്ചു പൊളിച്ചിട്ടേക്കുക. സുഹൃത്തുക്കളെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഇന്നത്തെ തലമുറയ്ക്കൊന്നും അറിയാൻ കേട്ടിട്ട് ഇല്ലാത്ത ഒരു കാഴ്ചയാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് വേണ്ട, കളത്തട്ടാണ്, പഴയ കാലത്തെ കളത്തട്ടാണ്, പഴയകാല വിശ്രമ കേന്ദ്രമാണ്. ഇതിപ്പം നല്ല രീതിയിൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് വിശ്രമിക്കാൻ ആൾക്കാർ വന്നിരിക്കും. നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലത്തൊക്കെ ഉള്ള കളത്തട്ടുകൾ ഇപ്പം അങ്ങനെ ഇല്ല. അപൂർവം ചില അടുത്ത് മാത്രമേ ഉള്ളൂ ഈ കളത്തട്ട് കാണുന്നത്. ഈ തടിയുടെ ആയിരുന്നു നേരത്തെ, നല്ല രസമുള്ളതായിരുന്നു, തടിയുടെ ആയിരുന്നു. ഇപ്പോൾ ഇതാണ് കളത്തട്ട്. നമ്മളങ്ങനെ ഓച്ചിറയിൽ നിന്ന് 2ാം കുറ്റി വന്ന് കയറിയിരിക്കുകയാണ്. 2ാം കുറ്റി KP റോഡിലോട്ട് വന്ന് കയറുകയാണ്. ഇനി KP റോഡിൽ നിന്നൊരു 4 കിലോമീറ്ററോളം പോകാമെന്നുണ്ടെങ്കിൽ വെട്ടിക്കോട്ട് അമ്പലത്തിൽ നമുക്ക് എത്താം. ഇത് KP റോഡാണ്, കായംകുളത്തു നിന്ന് വരുന്ന റോഡാണ്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഇനി ഓടാമെന്നുണ്ടെങ്കിൽ വെട്ടിക്കോട്ട് ക്ഷേത്രം നമ്മളെത്തും. കായംകുളത്ത് നിന്ന് ഒരു 7 കിലോമീറ്ററാണ് വെട്ടിക്കോട്ട് ക്ഷേത്രത്തിലേക്കുള്ളത്. ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ കായംകുളത്ത് നിന്ന് നേരെ കിഴക്കോട്ട് വിട്ട് പോരുന്നാൽ മതി, വെട്ടിക്കോട്ട് ക്ഷേത്രത്തിലെത്താം. ഇതിപ്പോൾ നമ്മൾ 2ാം കുറ്റി വന്ന് കയറി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് 2ാം കുറ്റി കഴിഞ്ഞ് പിന്നെ 3ാം കുറ്റി, 4ാം കുറ്റി, അങ്ങനെ 10ാം കുറ്റി വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് വെട്ടിക്കോട്ടോട്ട് പോകട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഫ്രണ്ടിൽ കൂടെ പോകുന്നില്ല, നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഫ്രണ്ടിൽ കൂടെ പോകുന്നില്ല. അപ്പോൾ കറ്റാനത്ത് വന്നിട്ട് നമ്മൾ തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ കറ്റാനം എത്തിയിട്ടുണ്ട്. കറ്റാനത്ത് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. പള്ളിയുണ്ട്, ഒരുപാട് പഴക്കമുള്ള പള്ളി. എന്താ ഒരുപാട് പഴക്കമുള്ള പള്ളി അകത്തോട്ട് വെച്ചു. എന്താ പള്ളിക്ക് ഒരുപാട് പഴക്കമുള്ളതാണ്. കറ്റാനം പള്ളിയാണിത്, ക്രിസ്ത്യൻ പള്ളിയാണ്. അപ്പോൾ നമ്മൾ കറ്റാനത്ത് നിന്ന് നേരെ പോയാലും നമുക്ക് വെട്ടിക്കോട്ട് പോവാം. നമ്മൾ ഇതുവഴി തിരിഞ്ഞ് പോകുക. ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ 2 റൂട്ടാണ്. നേരെ പോയാലും പോവാം, ഇതിലേ പോവാം. ഇതിപ്പോൾ മേപ്പള്ളിക്കുറ്റി ഹോസ്പിറ്റലിലെ റൂട്ടാണ്. ഇതിലേ പോകാമെങ്കിൽ ഇച്ചിരി തിരക്ക് ഒഴിവായിരിക്കും. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ സുഖമായിരിക്കും ഇതിലേ പോകാമെങ്കിൽ. അതുകൊണ്ട് നമ്മൾ മേപ്പള്ളിക്കുറ്റി ഹോസ്പിറ്റലിലോട്ടുള്ള റോഡേ പോവുക. നമ്മൾ വെട്ടിക്കോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ അന്യായ തിരക്കാണ്. അവിടെ വണ്ടി തന്നെ പാർക്ക് ചെയ്യാൻ വലിയ പാടായിരിക്കും. നമ്മൾ
ഇത് മേപ്പള്ളിക്കുറ്റി ഹോസ്പിറ്റലിൻ്റെ അടുക്ക കൂടെ ഉള്ള റോഡേ വന്നത്, പുറകെ കൂടെ, അതായത് വെട്ടിക്കോട്ട് അമ്പലത്തിൻ്റെ പുറകിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കൂടെ വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും, അതുകൊണ്ടാണ് ബാക്കിൽ കൂടെ വന്നത്. പക്ഷേ ഇവിടെയും വലിയ തിരക്കാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല, നോക്കാം. ഇത് മേപ്പള്ളിക്കുറ്റി ഹോസ്പിറ്റലാണ്. മേപ്പള്ളിക്കുറ്റി ഹോസ്പിറ്റൽ ഇവിടെ കണ്ണിന് ചികിത്സ പ്രത്യേക ഇതുള്ളതാണ് ഇവിടെ. മേപ്പള്ളിക്കുറ്റി ഹോസ്പിറ്റലൊന്ന് കാണിക്കാം, അങ്ങോട്ട് കാണിക്കാം. നല്ല ട്രീറ്റ്മെൻ്റ് ഉള്ള സ്ഥലമാണ് മേപ്പള്ളിക്കുറ്റി ഹോസ്പിറ്റൽ. കണ്ണിനൊക്കെ നല്ല ചികിത്സ. പാർക്കിംഗ് ഏരിയയിൽ നമുക്ക് സ്ഥലമുണ്ടോ എന്ന് നോക്കാം, അവിടെ നിർത്താം. അമ്പലത്തിൻ്റെ ബാക്ക് വശം അങ്ങോട്ട് കാണിക്കും. അമ്പലം കാണുന്നുണ്ട്, അമ്പലത്തിൻ്റെ ബാക്ക് വശമാണ്. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇന്നൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഇത്രയും തിരക്ക്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വന്നിട്ട് പോകാൻ പറ്റും. അതാ അമ്പലം കാണിച്ചിട്ട് എന്താ അമ്പലത്തിൻ്റെ വേണ്ട, അങ്ങോട്ട് പോകല്ലേ. അങ്ങോട്ട് ടാങ്ക് കണ്ടോ, ടാങ്കിൻ്റെ ഒരു ചിത്രം കണ്ടോ, കാട് കയറി കിടക്കുക. വെട്ടിക്കോട്ട് അമ്പലത്തിൻ്റെ ബാക്കിലുള്ള ഒരു ടാങ്കാണ്. ടാങ്കിൻ്റെ പഴയ കാലത്തെ ആ സ്റ്റെയറിൻ്റെ പണിയുണ്ട്, സ്റ്റെയർ കേസൊക്കെ എന്ത് മനോഹരമായിട്ടാണ് പണിഞ്ഞേക്കുന്നത്. കറങ്ങി 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 കയറി പോകാൻ വേണ്ടിയുള്ള സ്റ്റെയറൊക്കെ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ബാക്കിലാണ്. അമ്പലത്തിലോട്ടൊന്ന് കയറി തൊഴുതിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം നല്ല നല്ല കാഴ്ചകൾ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ അമ്പലത്തിലോട്ടൊന്ന് കയറുവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഒരുപാട് ലെന്ത് കൂടുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. സിദ്ധാർത്ഥ് അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുവാണ്. എല്ലാവർക്കും ടാറ്റ കൊടുക്കും. ഹായ്.